Mesmerizing wedding collection. Tejaswini by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഒടുവിൽ ഭരണകക്ഷിയിൽപ്പെട്ടവരുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും സമ്മർദ്ദത്തിന് സാജു നെടുങ്ങാടൻ വഴങ്ങി. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടി രാജിവെച്ചതോടെ വൈസ് ചെയർപേഴ്സൺ റീത്ത പോൾ അടക്കം അടുത്ത ദിവസങ്ങളിൽ രാജിവെച്ചവരുടെ എണ്ണം 4 ആയി. മുൻധാരണ പ്രകാരമുള്ള രാജിവെക്കലിന്റെ പേരിൽ അങ്കമാലി നഗരസഭാ ഭരണസമിതിയിലുണ്ടായ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. കഴിഞ്ഞ ദിവസം വൈസ് ചെയർപേഴ്സൺ റീത്ത പോളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബാസ്റ്റിൻ ഡി പാറയ്ക്കലും ലിസി പോളിയും രാജിവെച്ചിരുന്നു. എന്നാൽ ഇവരോടൊപ്പം രാജിവെക്കേണ്ട സാജു നെടുങ്ങാടൻ അതിന് തയ്യാറായില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ അടുത്തിടെ ഏറ്റെടുത്ത കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും ഒഴിയും എന്നായിരുന്നു സാജുവിന്റെ ഭീഷണി. DCC പ്രസിഡന്റിന് രാജിക്കത്ത് നൽകിയെന്നും എന്നാൽ പ്രാദേശിക നേതൃത്വത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് രാജി സ്വീകരിച്ചിട്ടില്ലെന്നും പറയപ്പെടുന്നു. വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസ്ലി തോമസ് ആണ് ഇനി രാജിവെക്കാനുള്ളത്. എന്നാൽ 4 പേർ മാത്രമുള്ള വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ച റോസ്ലി തോമസിന്റെ രാജിക്കായി നിർബന്ധിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയില്ല. എന്തായാലും ഭരണാന്തരീക്ഷത്തിൽ ഉയർന്ന കാറും കോളും തൽക്കാലം അടങ്ങി എന്നതിൽ ഭരണസമിതിക്കും കോൺഗ്രസ് പാർട്ടിക്കും ആശ്വസിക്കാം. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.